സങ്കീർത്തനം 32:7. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാതിരുന്നപ്പോൾ താൻ അനുഭവിച്ച വേദനയും, ഏറ്റുപറഞ്ഞ് ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ അനുഭവിച്ച സന്തോഷവും സംരക്ഷണയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് പാപത്തെ മറച്ചു പിടിച്ചപ്പോൾ ദാവീദിന് തൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നത് പോലെയും മജ്ജ വറ്റിപ്പോകുന്നത് പോലെയും ഒക്കെയാണ് തോന്നിയത്. എന്നാൽ കൃപാസനത്തിലേക്ക് ചെന്ന് തൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നപ്പോൾ താൻ മറ്റൊരു വ്യക്തിയായി തീരുവാൻ ഇടയായി തീർന്നു. രക്ഷയുടെ ഉല്ലാസഘോഷം ജീവിതത്തെ ചുറ്റി നിൽക്കുവാൻ ഇടയായി തീർന്നു. ഒരു വ്യക്തി രക്ഷ ഏറ്റുപറയുമ്പോൾ സന്തോഷവും ഉല്ലാസവും ഒക്കെ ദൈവം അദ്ദേഹത്തിന് നൽകുവാൻ ഇടയായിത്തീരും. 10-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ നാം എന്തിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നോ അത് കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ നമ്മെ ചുറ്റുമ്പോൾ മറ്റുള്ളവർ നമ്മിൽ ദയ കാണുവാൻ ഇടയായിത്തീരുന്നു. അതിന് നാം കർത്താവിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരംശം അപ്പോൾ നമ്മിൽ കാണുവാൻ ഇടയായിത്തീരും. സെഖറിയാവ് 2:5 ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും എന്ന് യെരുശലേമിനെ കുറിച്ച് ദൈവം പറഞ്ഞു. എന്നാൽ നമുക്കതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം, നമ്മുടേതാക്കി മാറ്റാം. ദൈവസാന്നിധ്യം ഒരു തീമതിൽ പോലെ നമ്മെ ചുറ്റി നിൽക്കും. മതിൽ സംരക്ഷണത്തെ കാണിക്കുന്നു. തീമതിൽ ആണെങ്കിലോ ഒരു ശത്രുവിനും അടുത്തുപോലും വരുവാൻ സാധിക്കാതെ വണ്ണം ദൈവം നമ്മെ ചുറ്റി പരിപാലിക്കുമെന്നർത്ഥം. സങ്കീർത്തനം 125:2 പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. മലകൾ ഒരു നഗരത്തിന് ചുറ്റും നിന്നാൽ അതൊരു സംരക്ഷണം തന്നെയാണ്. അതിലും എത്രയോ സുരക്ഷിതവും ഉറപ്പുള്ളതുമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. ദയയാൽ, സ്നേഹത്താൽ, രക്ഷയുടെ സന്തോഷത്താൽ, തൻ്റെ സാന്നിധ്യത്താൽ ഒക്കെ നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രക്ഷയുടെ ഉല്ലാസഘോഷത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ആഴമേറിയ സ്നേഹത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.